എന്താ ഒരു സുഖം, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളൊക്കെ കാണാം. വണ്ടിയൊക്കെ പോണ പോക്ക് കണ്ടില്ലേ? എൻ്റെ കാല് തൊട്ട് വന്നിച്ചാണ് പോണത്. ഈ ലൈനയുടെ അടുത്താണ് കളി. പിന്നെ ഞാൻ കാണിച്ചു തരാം എന്താണ് കാഴ്ച കാണാൻ സുഖമെന്നറിയാവോ. ആന്റി, ഒന്ന് വേഗം വാ ആന്റി. ആന്റി എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കണേ? ഷു, എനിക്ക് അങ്ങനെ ദേഷ്യം കേട്ടോ. ബസ് കിട്ടണോ? ഞാൻ ദേ പോണേട്ടാ, വേണമെങ്കിൽ വന്നു. എടി അത് വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയായിട്ട് വന്നപ്പോഴേടി ഞങ്ങള് റോഡ് ക്രോസ് ചെയ്യാൻ നിന്നിട്ട് എൻ്റെ പൊന്നേ, നിപ്പ അവിടെ എത്ര സമയമാണ് നിന്നേന്നറിയാമോ? ഒരു മനസാക്ഷിയില്ലാത്ത രീതിയിലായിരുന്നു വണ്ടിക്കാരുടെ പോക്കൊക്കെ. വായു ഗുളിക മേടിക്കാൻ പോണ പോലെയല്ലേ പോണത്. പിന്നെ വല്ലയിടത്തും ഇടിച്ച് വീഴണ്ടല്ലോന്നോർത്ത് ക്ഷമിച്ച് അവിടെ നിന്ന്. അയ്യോ, വേഗം ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, വണ്ടി വന്നിട്ട്. ഓ, രക്ഷപ്പെട്ട്. ഓ, ചേച്ചിയുടെ കാര്യത്തിനും പോയി. ഞാൻ ഈ സ്റ്റെപ്പൊക്കെ കയറി നടുവേദന എടുത്തിട്ടും പാടില്ല. എന്താ ചെയ്യണത്? ഒറ്റക്കാവുമ്പോ പോകാനും ഇറങ്ങാനും ഒക്കെ പാടല്ലേ, റോഡ് ക്രോസ് ചെയ്യാനൊക്കെ. ഇത് കയറി എപ്പോഴാണ് എൻ്റെ പൊന്നോ, 18-ാം പടി കയറി പോണ പോലെ മലയാറ്റൂര് പോലെ ഉണ്ട് എൻ്റെ അമ്മേ. ഉഹ്, ഉഹ്, ഇത് എത്തണല്ലേ ഇത്? ആരാണിത് കണ്ടുപിടിച്ചതെന്നൊക്കറിയാം. എൻ്റെ പൊന്നോ ഇതാവേ, മനുഷ്യൻ്റെ മുപ്പാട്. ഓ, വെയിൽ കൊള്ളാണ്ടിരിക്ക, പക്ഷേ വേദന എടുത്തിട്ടും പാടില്ല. ഓ എൻ്റെ ദൈവമേ, ഇതെന്താ ഒരു വിധി. പോകാതിരിക്കാനും പറ്റുമോ? വെള്ളപാടുകേട് മാറ്റാൻ വേണ്ടിയാണ് ഈ കുരിശൊക്കെ സഹിച്ച് പോണത്. എന്നിട്ടും തീർന്നിട്ടില്ലേ ഈ സ്റ്റെപ്പൊക്കെ? എൻ്റെ പൊന്നോ, ഇതാരാണ് ഇത്ര തലകളഞ്ഞ് പണിത് വെച്ചേക്കണേന്നാവോ മനുഷ്യൻ്റെ കാല് കളയാനായിട്ട്. എൻ്റെ പൊന്നു ഇതാവോ, വിഷമിച്ചു പോയി. ഇവിടെ അങ്ങാനും കിടക്കായിരുന്നു, ഒരു പായ ഉണ്ടായിരുന്നേച്ചെങ്കിൽ. എൻ്റെ പൊന്നെ, ബസ് പോകുമെന്ന് തോന്നണം. നീ ഇറങ്ങാൻ കിടക്കാണ്. ഓ എൻ്റെ അമ്മേ. ഓ എൻ്റെ പൊന്നോ, ശക്തമായ വെയിലുമുണ്ട്, ചൂടുമുണ്ട്. കുടയും എടുത്തില്ല.